കർണാടകയിൽ കക്ക ശേഖരിക്കാനിറങ്ങിയ 10 പേർ പുഴയിൽ മുങ്ങി മരിച്ചു. ഉത്തര കന്നഡ ജില്ലയിലെ ഭട്കലിലാണ് അപകടം. മരിച്ചവരിൽ 9 പേരും സ്ത്രീകളാണ്. കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ നാളെയും തുടരും. സജു ചാമ്പക്കാലയിൽ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, നേരത്തെ 8 പേർ മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 3 പേരെ കാണാനില്ല എന്നും അറിഞ്ഞിരുന്നു. അതിലാണോ ഇപ്പോൾ 2 പേർ കൂടി മരിച്ചു എന്നുള്ള സ്ഥിരീകരണം വരുന്നത്? ക്രിസ്റ്റീന, ആ 2 പേരുടെ മൃതദേഹം കൂടിയാണ് അല്പസമയം മുൻപ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു പുരുഷന്റെ മൃതദേഹം മാത്രമാണ് ലഭിക്കാനുള്ളത്. ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. നാളെ വീണ്ടും തെരച്ചിൽ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉത്തര കന്നഡ ജില്ലയിലെ ാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഉച്ചയോടുകൂടി ഒരു അപകടമുണ്ടായി. മത്സ്യബന്ധനത്തിന് പോയവരാണ് ഇവരെ രക്ഷപ്പെടുത്തുന്നത്. ഒരു കുടുംബത്തിലെ 14 പേരാണ് കക്ക പറക്കാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷേ ഈ നദിയിലെ ഒഴുക്ക് കൂടിയത് കാരണം ഇവർ ഒഴുക്കിൽ പെടുകയായിരുന്നു. ഉടൻ തന്നെ ഇവരെ രക്ഷാപ്രവർത്തകർ എത്തി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും 8 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരിക്കുകയാണ്. എന്തായാലും 3 പേരിപ്പോൾ ബംഗളൂരുവിലെ മണിപ്പാൽ ആശുപത്രിയിൽ 3 പേരെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യനിലയിൽ തൃപ്തി ഉണ്ടെന്നാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, സജു ചാമ്പക്കാലയിലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.